ഇവിടെ രാത്രിയൊക്കെ മഴ പെയ്തെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം തെളിഞ്ഞ ആകാശ. നമ്മളിപ്പോൾ രാമേശ്വരം എത്തിയിട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല, നേരെ ധനുഷ്കോടി പോട്ടെ ആദ്യം, എന്നിട്ട് തിരിച്ചു വരാം. ടൗൺ വിട്ടപ്പോൾ റോഡ് നന്നായിട്ടോ. സ്ട്രെയിറ്റ് ടു ധനുഷ്കോടി. യാഹൂ, നല്ല റോഡ്, മീഡിയം വെതർ, നല്ല അത്ര വെയിലൊന്നുമില്ല, അങ്ങനെ മഴക്കാറുമില്ല. മഴക്കാറുണ്ട് എന്നാലും മൂടിക്കെട്ടി ഇരുണ്ട് നിൽക്കുന്ന പോലെ ഇല്ല. അതുകൊണ്ട് കടലിന് നല്ല നിറം ഒന്ന് കാണാൻ പറ്റും. ഇടതുവശത്ത് തന്നെ ഉണ്ട് കടൽ. എനിക്കൊന്ന് ഈ ഭാഗത്തെ റോഡ് അടിക്കടി മെയിൻറ്റെയിൻ വരേണ്ടി വരും തോന്നുന്നു. അടിക്കടി തമിഴ് ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. കാരണം രണ്ട് സൈഡ് വെള്ളമായതുകൊണ്ട് ഇതിങ്ങനെ പൂണ്ട് പോകും തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു പോയിന്റ് ബാക്കത്തെ രാമേശ്വരം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് 6 വീലേഴ്സ് അലൗഡ് അല്ല, 4 വീലേഴ്സും 2 വീലേഴ്സും 3 വീലേഴ്സും ആണ് അലൗഡ്. എനിവേ നല്ല റോഡ്, ധനുഷ്കോടി റോഡ് അല്ലേ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയത് കിടിലം വ്യൂ ഇട്ട്, അതൊന്ന് നോക്കാം. നമുക്കൊരു ബണ്ട് പോലെയല്ല, ബണ്ടാണിത്. വാ സെറ്റ്. കടലിന് ആ ഒരു കളറ് ഈ ഭാഗത്തില്ല, കാരണം കുറച്ചുകൂടിയും കരക്കടുത്തല്ലേ, അപ്പം കുറച്ച് മണ്ണ് കലങ്ങിയിട്ടുണ്ടാവും. മറ്റേ സ്ഥലത്ത് ആ പാമ്പൻ പാലത്ത് നല്ല കളറായിരുന്നു, ബ്ലൂ കളർ. ഇവിടെ നിന്ന് വെള്ളം അങ്ങനെ കടലുമായിട്ട് മിക്സ് ആവില്ല നന്നായിട്ട്. ഒക്കെ അങ്ങോട്ടാണ് ധനുഷ്കോടി, അവിടേക്ക് പോവാം. ഇവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം, സമയമുണ്ടല്ലോ. നല്ല കാറ്റുണ്ട് കേട്ടോ. വാവ്, ആഹാ എന്താ കാറ്റ്. ഇതെന്തോ കോദണ്ഡരാമർ ടെമ്പിൾ അങ്ങനൊന്ന് ബോർഡ് കണ്ടു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ തിരിച്ചു പോവാം. അവിടെ ഫുള്ള് തിരക്കായിരിക്കും. അല്ലേ വേണ്ട, അവിടെ എന്തോ ഇത് കെട്ടിയിട്ടുണ്ടെന്ന് തോന്നിട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കടലിന് കളർ വ്യത്യാസമുള്ളത്. അത് കൂടെ എന്തോ ബണ്ട് പോലെ അവിടെ സെപ്പറേറ്റ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കടലിന് നല്ല കളറുണ്ട്. വാ, ഇതിലൊക്കെ എത്ര ജീവജാലങ്ങൾ ഉണ്ടാവുമെന്നറിയില്ലേ. ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ മാന്നാർ ബയോസ്ഫിയർ. നോക്ക്, ഇതാണ് കേട്ടോ കണക്ട് ചെയ്യുന്ന പാലം, ഇന്ത്യയും ശ്രീലങ്കയും. ഇപ്പം ഇല്ല, വെള്ളത്തിനടിയിൽ കുറേ. സൂപ്പർ. ധനുഷ്കോടി പോവാം. കാറ്റടിക്കുന്നുണ്ട്. രണ്ട് സൈഡും മണ്ണും ചെടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വേഗം. വാ, രണ്ട് സൈഡും തുറന്നിട്ടോ. ലെഫ്റ്റ് സൈഡിലല്ല കളറ്, റൈറ്റ് സൈഡിലാണ് കളറ്. ആഹാ, വണ്ടി ഏതെങ്കിലും അറ്റത്ത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ആലോചിക്കാൻ. മണല് പക്ഷെ പൂണ്ടുപോകും. റോഡ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അമ്മ ബ്യൂട്ടി. കാറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കടലില് രണ്ട് സൈഡ് കടലാണ്, നമ്മൾ അതിൻ്റെ നടുവിൽ കൂടെ ഇപ്പോൾ പോകുന്നത്. വാ, ഇത് ഈ റൈഡിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡ് ഇത്രയും കടലിലെ വഴി കൂടെ ഓടിച്ചിട്ടില്ല. ഉണ്ട്, എവിടെയൊക്കെയോ കടലിൻ്റെ ഇതിലൂടെയൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ട് സൈഡ് ഇത്രയും കടലായിട്ട് ഇങ്ങനത്തെ റോഡ്, ഈ ഒരു ടൈപ്പ് റോഡ് നമ്മൾ ഓടിച്ചിട്ടില്ല കേട്ടോ. നമ്മളുടെ ഇവിടെയൊക്കെ മഴത്തുള്ളികളുണ്ട് കേട്ടോ കുറച്ച്. ഈ ഭാഗത്തൊക്കെ കുറച്ച് സ്പ്രേ ചെയ്യുന്ന പോലെ മഴ പെയ്യുന്നുണ്ട്. ബിക്കോസ് ദ സ്റ്റോം ഈസ് ദ
വാ, എന്താ വ്യൂ! നല്ല വെള്ള കളർ മണൽ, നീല കളർ വെള്ളം തിരയടിക്കുന്നു. ഓ, ഒടിഞ്ഞു പൊളിഞ്ഞു പോയ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ. ലൈറ്റ് ഹൗസ് നമ്മളെത്തിട്ടോ ധനുഷ്കോടി. ആ ധനുഷ്കോടിയിലെ ഫുൾ പൊളിഞ്ഞു പോയ ചർച്ചില്ലേ, അതവിടെയാണ് ഭാഗത്ത്. നോക്ക്, മരുഭൂമിയും കടലും ചേരുന്ന പോലെ കാണുമ്പോ എന്ത് രസാ. ഓടി ഓടി അറ്റം എത്താനായി എന്ന് തോന്നുന്നുണ്ട്. എത്ര ബോട്ടുകളാ. ബീച്ച്, ആഹാ, എത്ര വണ്ടികളാ. ഇന്ന് സൺഡേ അല്ലേ. എൻ്റെ അമ്മോ, ഇത് എന്താ ബ്ലോക്കാണല്ലോ. അപ്പോൾ ഇതാണ് എൻഡ് ഓഫ് ദ റോഡ്. ഇവിടെ യൂ ടേൺ എടുക്കണം. ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. ദിസ് ഈസ് റിയാലിറ്റി. എന്താ ട്രാഫിക്. ഇവിടെ നോക്കിയാൽ ശ്രീലങ്ക കാണുമോ? എൻ്റെ ദൈവമേ, എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ഞാൻ ആൾക്കാരില്ലാത്ത എവിടെയെങ്കിലും പോയി നോക്കട്ടെ. സുഖമല്ല അവിടെ. അവിടെ കണ്ടില്ലേ കടലിൻ്റെ കളറ്, ലൈറ്റും അടിക്കുക ഇടയിലും മഴക്കാരനിടയിൽ കൂടെ. എന്ത് ഭംഗിയാ കാണാൻ. ആഹാ, അവിടെയാണ് സൂപ്പർ. ആ കളറ് അടിപൊളി. ഈശ്വര, ഭ്രാന്തന്മാരിവിടെ എത്തിയ ഇത് നോക്ക്. കാണിക്കുന്നത് മുണ്ടടക്കം മാറിപ്പോകും. വാ, വെയിൽ വരുമ്പോൾ അതിൻ്റെ കളർ നന്നായി എടുത്ത് കാണും. പയ്യെ വിടാം. കളറ് നോക്ക്. ഓ, ഇവിടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എന്താ ബ്ലൂ എന്ന് പറഞ്ഞാ അമ്മാതിരി കളറ് വെയിലടിക്കുമ്പോ. തിര വന്നോ, അടി അടി. എന്ത് രസ. അടുത്തത് കുറച്ചുകൂടെ ശക്തി ഉണ്ടല്ലോ. നോക്കവിടെ ആകാശമൊക്കെ മാറി, കാലാവസ്ഥ മാറി. 1 മണി കഴിഞ്ഞു, ഉച്ച. അതൊക്കെ ക്ലൈമറ്റൊക്കെ മാറി, നല്ല കാറ്റ്. നോക്ക്, അത് നീങ്ങുന്ന സ്പീഡ് നോക്ക്. അല്ലേ, നല്ല കാറ്റുണ്ട്.
ആഹാ, നമുക്ക് പതുക്കെ വിടാം. കരാട്ടെ സ്റ്റൈലിൽ കയറണം. ആഹാ, അതൊക്കെ ആകാശമൊക്കെ കാറ്റ് ഇങ്ങനെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. വണ്ടി ലെഫ്റ്റ് റൈറ്റ് പോകുന്ന കണ്ടില്ലേ? നമുക്ക് മണലൊക്കെ വരുന്നത്. പയ്യെ പോണം. ഓ, നല്ല കാറ്റുണ്ട്. ആ, കടലിൻ്റെ കളർ ഇങ്ങനെ വെയിൽ വരുന്നതും പോകുന്നതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം എങ്ങനെയൊക്കെയാണ് ബൈക്ക് പോകുന്നത്? കാറ്റടിച്ചിട്ട് വലിയ കാറ്റില്ല, എന്നാലും തണ്ടർ സ്റ്റോം അതാണ് ഫോർകാസ്റ്റിൽ കണ്ടത്. നമുക്ക് നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ നാളെ രാവിലെ വരെ ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് മഴക്കാറ്. വാ, എന്താ ഭംഗി. ഇവിടെ വെച്ചിരിക്കുന്ന 2 രഥങ്ങളും നമുക്ക് കാണാം കേട്ടോ. മരത്തിൻ്റെ തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ രാമേശ്വരത്തിന് വിടാം. 42,128 ഓഡോമീറ്റർ. ഇന്ന് നമ്മൾ കന്യാകുമാരി പോയാൽ തിരുച്ചെണ്ടൂർ. കടൽ തീരത്തൂടെ തന്നെയാണ് റോഡ്. കടൽ ഇപ്പോഴും കാണണമെന്നില്ല, പോയി നോക്കാം. അങ്ങനെ ഒരിക്കൽ കൂടി പാമ്പം പാലത്തിലൂടെ. ഇത് കുറച്ച് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. കടൽ നല്ല ഭംഗിയുണ്ട്. നമുക്ക് എത്ര ബോട്ടുകളാ. ആഹാ, കടലിൻ്റെ നിറം തന്നെ എന്ത് രസമാണ് കാണാൻ. ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് അറിയില്ല. അറിയുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടല്ലോ ധനുഷ്കോടി. ഗേറ്റഡയാണ്. എന്തിന് ടൈം വേസ്റ്റ് ആക്കണം. സന്തോഷമായി. ബാക്ക് ടയറിലെ പഞ്ചർ എയറിലേക്ക് കണ്ടിന്യൂസ് ഉണ്ട്. എന്നിട്ട് ഞാൻ എയറടിച്ച് പോവായിരുന്നു. ഇപ്പോഴത്തെ ഫ്രണ്ടും പഞ്ചറായി. ഫ്രണ്ട് നമ്മുടെ ആദ്യമായിട്ടാട്ടോ ഈ യാത്രയിൽ പഞ്ചറാവുന്നത്. ഇവിടെ ഒരു കടയുണ്ട് എന്നാണ് മൂപ്പര് പറഞ്ഞത്. നോക്കട്ടെ. ഇത് കിടന്ന് ആടുക. ഞാൻ വെച്ചത് എന്താ വിൻഡ്, ഈ കാറ്റടിച്ചിട്ടേ കാറ്റിൻ്റെ ആണോ എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ അവിടെ കാറ്റില്ലാത്തപ്പോഴും വണ്ടി കിടന്ന് ആടുന്നുണ്ട്. അപ്പോഴാണ് ശ്രദ്ധിച്ചത്. യെസ്, കൃഷ്ണ വിൽസുണ്ടല്ലേ ആടുന്നുണ്ടല്ലേ. ഫ്രണ്ട് ടയർ പഞ്ചറാണ്. അത് റെഡിയാക്കട്ടെ. സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതിൻ്റെ സങ്കടം ഞാൻ പലപ്പോഴും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ജാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ടിലാണ് സീൻ. എന്ത് ചെയ്യുമെന്നറിയില്ല, നോക്കാം. നമ്മളങ്ങനെ രാമനാഥപുരത്തുനിന്ന്, അതായത് രാമേശ്വരം കഴിഞ്ഞിട്ടൊരു ടൗൺ വരും, ഒരു 50 കിലോമീറ്റർ ആകുമ്പോൾ രാമനാഥപുരം. അവിടുന്ന് നേരെ പോയാൽ ശരിക്കും തിരുനെൽവേലി കന്യാകുമാരി മെയിൻ നല്ല ഹൈവേ ആണ്. ഇപ്പം നമ്മളവിടുന്ന് ലെഫ്റ്റ് എടുത്തു. എന്നിട്ട് തിരുച്ചെണ്ടൂർ, അതായത് തൂത്തുക്കുടി തിരുച്ചെണ്ടൂർ റോഡിലാണ് ഇപ്പോൾ ഉള്ളത്.
ഇത് എന്തോ ഏഷ്യൻ ഹൈവേ ആണ് അത്ര. അപ്പം അധികം ട്രക്കുകൾക്കൊക്കെ പോകാൻ അങ്ങനത്തെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഹൈവേ ആണ്. സിംഗിൾ ലൈൻ ആണ് ഇവിടെ ഈ ഭാഗത്ത്. ചിലപ്പോൾ അവിടെ വരെ സിംഗിൾ ലൈൻ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് റോഡ് കൊള്ളാം, മോശമില്ല. ഏതായാലും 200 കിലോമീറ്ററോളം പോകാനുണ്ട് തിരുച്ചെണ്ടൂർ എത്താൻ. തിരുച്ചെണ്ടൂരിൽ നിന്ന് പിന്നെ ഒരു 100 കിലോമീറ്ററോളം പോകണം കന്യാകുമാരി എത്താൻ. നോക്കാം. ശരിക്കും യൂഷ്വലി ഈ ഭാഗത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വെയിലത്ത് ഉണങ്ങിപ്പോവും. അങ്ങനത്തെ ഒരിതാണ്. ഈ ഭാഗത്തിന് നമുക്ക് ഇങ്ങനെ മൂടി കിട്ടിയൊരു കാലാവസ്ഥയാണ്. മഴയും പെയ്യുന്നില്ല. അതുകൊണ്ട് നല്ലതാണ് ബൈക്ക് ഓടിക്കാൻ. ഇങ്ങനെ സിംഗിൾ ലൈൻ ഹൈവേ തന്നെ കേട്ടോ. നമ്മളിപ്പോൾ രാമേശ്വരം വിട്ടിട്ട് ഒരുപാട് ദൂരമായി. കണ്ടിന്യൂസ് സിംഗിൾ ഹൈവേ തന്നെയാണ്. നിറയെ പനകൾ കാണാം ഈ ഭാഗത്ത്. ഞാൻ തമിഴ്നാടിൻ്റെ ഈ ഭാഗമൊന്നും വന്നിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. ഇങ്ങോട്ടേക്കൊന്നും സൗത്ത് ഈസ്റ്റ് തമിഴ്നാട് വന്നിട്ടേ ഇല്ല. ഇങ്ങനെ ഫുൾ ഹൈവേ കേട്ടോ. ആ ഭാഗത്ത് കടലാണ്, പക്ഷേ കുറച്ച് ദൂരമുണ്ട്. ഏകദേശം കോസ്റ്റൽ ഹൈവേ എന്നുള്ള നിലയ്ക്ക് കണക്കാക്കാം ഈ ഒരു റോഡിനെ. ഇങ്ങനെ ഇടയിലിടയിൽ ചെറിയ ടൗണൊക്കെ ഇങ്ങനെ വന്ന് പോകും ഓരോ പേരിൽ. ഇടയ്ക്ക് കുറച്ച് വലിയ ടൗൺ പോലെ വരും. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തൂത്തുക്കുടിയാണ് ഒരു വലിയ ടൗൺ. അവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ പോയാൽ തിരുച്ചെന്തൂർ. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ കൂടി. ഞാൻ അതുകൊണ്ട് ഗ്ലാസ്സൊക്കെ വെച്ചു. ഇതേ കണ്ടിന്യൂസ് ഓടിക്കുമ്പോൾ കണ്ണിനൊരു ഇതാണ്. എന്നാലും ഒരു മഴക്കാറുണ്ട്. അങ്ങനെ പൊള്ളുന്ന വെയിലൊന്നുമില്ല. നല്ല കുറേ തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന സ്ഥലം പോലെ പരന്ന് കിടക്കല്ലേ ലാൻഡ്. ഇവിടെ കർണൻ സിനിമയിലൊക്കെ റോഡ് തടയുന്ന സീനില്ലേ, അതൊക്കെ ഏകദേശം ഇങ്ങനത്തെ അല്ല. കുറച്ച് മുമ്പൊരു സ്ഥലം കണ്ടു, അത് കാണുമ്പോൾ അതേപോലെ. അങ്ങനെ നമ്മൾ തൂത്തുക്കുടി എത്താനായി. ഇതാ ഇവിടെയുള്ള ഉപ്പുപാടങ്ങൾ കാണാം. ഇത് കണ്ടില്ലേ, നിറയെ ഇങ്ങനെ കുഴികൾ കുഴിച്ചിട്ട്, കുഴി എന്ന് പറയാൻ പറ്റില്ല, ഒരു ടാങ്കിൻ്റെ വലുപ്പമുള്ള ഇത് കുഴിച്ചിട്ട് കണ്ടില്ലേ. ഉപ്പ് ഫാക്ടറീസ് ഇവിടെ ഒരുപാടുണ്ട്. തൂത്തുക്കുടി കണ്ട ഒരുപാട് പിൻവീലൊക്കെ വന്നു തുടങ്ങി. വിൻമിൽസൊക്കെ കാണാം, കറങ്ങുന്നുണ്ട്. ഒരു വല്ലാത്ത നാറ്റം ഈ ഭാഗത്ത്. നമ്മൾ ഗുജറാത്തിൽ പോയപ്പോഴും അവിടെ ഈ ഉപ്പുപാടത്തിൻ്റെ കൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ ഒരു വല്ലാത്ത മണമാണ് അവിടെ. വെള്ളം കെട്ടി നിൽക്കല്ലേ, പിന്നെ എന്ത് വെള്ളമാണെന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ അവർ എക്സ്ട്രാ ചേർക്കുന്നുണ്ടോ എന്താ അറിയില്ല. എന്തായാലും ഒരു മണം. അതല്ലേ ഉപ്പ് കൂട്ടി വെച്ചിരിക്കുന്നത് കുന്നായിട്ട്. എത്രയാ ഇതൊക്കെ അല്ലേ പാക്കറ്റായി നമ്മളെ വീട്ടിലെത്തുന്നത് അല്ലേ. നമുക്ക് ഉപ്പുപാടങ്ങൾ എത്ര ദൂര. കുറച്ച് വാരി നക്കി നോക്കണം ഉപ്പ് തന്നെയാണോ അല്ലേ. കുറച്ചെടുക്കണം ടേസ്റ്റ് നോക്കാതെ. അത് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടാ അറിയാം നമ്മളുടെ നല്ല ഉപ്പ് തന്നെ. ഫ്രഷ് ഉപ്പാണ്, ഫ്രഷ് ഉപ്പ്. ഇവിടെ അങ്ങനെ മണമില്ല കേട്ടോ. നേരത്തെ എന്തോ ഒരു മണം ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും നോക്കട്ടെ. സ്മെല്ല് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അവിടെ എന്തോ ഒരു SSR സോളോമോൺ. ഇതേ ഉപ്പ് കണ്ടെയ്നറിലാണ്. അമ്മ ഇതൊക്കെ എനിക്കൊന്ന് കല്ലുപ്പായിരിക്കും. പിന്നെ കല്ലുപ്പായിരിക്കും അവർ പ്രോസസ്സ് ചെയ്ത് പൊടിയുപ്പാക്കുന്നത്. ഇധികം കല്ലുപ്പിനാണല്ലോ ഗുണം, പല ഗുണങ്ങളും. ഈ ഭാഗം എത്തിയപ്പോഴൊക്കെ റോഡ് ഇങ്ങനെ പൊട്ടി കിടക്കുന്ന കാണാം. ഇപ്പം നമ്മൾ കണ്ടില്ലേ കണ്ടെയ്നറിൽ ഉപ്പ് കൊണ്ടുപോകുന്ന, കണ്ടെയ്നറല്ല ഇതിൽ ലോറിയിൽ ഉപ്പ് കൊണ്ടുപോകുന്നു. ചിലപ്പം
ഇവിടെയുള്ള അന്തരീക്ഷത്തിലെയും വെള്ളത്തിലെയും പിന്നെ ഇതുപോലെ ലോറിയിൽ ഉപ്പൊക്കെ പോകുമ്പോഴേ ടാറിൽ വീണ് റോഡ് പെട്ടെന്ന് നാശമാവുന്നതെന്ന് തോന്നുന്നു. അതൊരു കാരണമാണ്. ടാറിൽ ഉപ്പ് വീണ് കഴിഞ്ഞാൽ ഇത് തന്നെ റോഡ് സൈഡിൽ ഉപ്പ് കിടക്കുന്നത്. അങ്ങനെ ഉപ്പ് വീണ് കഴിഞ്ഞാൽ നല്ല നാറ്റം. ഇവിടെ എന്ത് നാറ്റം? അങ്ങനെ വീണ് കഴിഞ്ഞാൽ നന്നല്ല എന്ന് പറയും. പക്ഷെ താറാവല്ലേ ഇത്? റോഡിൻ്റെ നടുവില. മാറിയിട്ട് പോയി കേട്ടോ. പോട്ടെ. നോക്ക്, നമ്മളുടെ ഓഡോമീറ്റർ റീഡിങ് 42,312. അതായത് 1 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഈ യാത്രയിൽ 20,000 കിലോമീറ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. 313 ആവണം. അപ്പോൾ ഈ യാത്രയിൽ 20,000 കിലോമീറ്റർ ഈ ബൈക്കിൽ. ഇതാ ആയി 20,000 കിലോമീറ്റർ. തൂത്തുക്കുടി എത്തിയപ്പം നല്ല ഹൈവേ കിട്ടി. അവിടെ ഒരു ബോർഡ് കണ്ടു, ബൈപ്പാസ് സ്റ്റാർട്ട്സ് എന്നാണ്. ബൈപ്പാസ് ഇപ്പോൾ എത്ര ദൂരം ഉണ്ടാവുമെന്നൊക്കെ പറയാൻ പറ്റില്ല. 4 വരി. എനിവേ പോകുന്നിടത്തോളം നല്ലത്. ഇവിടെ നാറ്റം വീണ്ടും വന്നു. അങ്ങനെ നമ്മൾ 20,000 കഴിഞ്ഞു. കൊച്ചി എത്തുമ്പോഴേക്ക് 20,500 ആവും. അതോടെ ഈ റൈഡ് തീരുന്നു. 25,000 പറഞ്ഞു. മീൻസ് നമ്മൾ വിചാരിച്ചു എസ്റ്റിമേറ്റ്. ഞാൻ പറഞ്ഞ കാരണങ്ങൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു. നമ്മൾ നോർത്ത് ഈസ്റ്റിലെ ഒരു 4-5 സ്റ്റേറ്റ് പോയില്ല, പ്ലസ് ഛത്തീസ്ഗഡ് ടച്ച് ചെയ്തില്ല, പ്ലസ് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു ഷോർട്ട് കട്ട് കിട്ടിയിരുന്നു ഡൽഹീൻ്റെ അടുത്ത്, അമൃത്സർ പോകുന്ന വഴി. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം ഒഴിവായി. എല്ലാം കൂടി 25,000 എന്നുള്ളതിൽ 5 ഡിജിറ്റ് ഇപ്പുറത്തെ ചാടി 20,500 എനിവേ സന്തോഷം തന്നെ. നല്ല യാത്രയായിരുന്നു. മറ്റന്നാളവിടെ ഈ റൈഡ് അവസാനിക്കുകയാണ്. എന്തായാലും ഇതിപ്പോൾ നമ്മൾ തൂത്തുക്കുടിയിൽ നിന്ന് തിരുച്ചെണ്ടൂർ കന്യാകുമാരി റൂട്ടാണ്. കോസ്റ്റൽ സൈഡിലൂടെ ഉള്ള ഹൈവേ, കോസ്റ്റൽ ഹൈവേ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ തിരുച്ചെണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു 20 കിലോമീറ്റർ ഇപ്പോൾ ഉള്ളൂ. ഇനി തൂത്തുക്കുടി കഴിഞ്ഞു. ഇതൊക്കെ കായൽപട്ടണത്തിൻ്റെ സൈഡാണ് കേട്ടോ. കായൽപട്ടണം. അപ്പോൾ അതാണ് തിരുച്ചെണ്ടൂർ. ഞാൻ കളർ സൈഡ് കൂടെ അങ്ങനെ ഫ്രണ്ട് വരെ പോയി. ഇവിടെ എന്തോ ഫെസ്റ്റിവൽ ജസ്റ്റ് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട്. പക്ഷേ ഉള്ളിൽ പോകാൻ ഇപ്പോൾ സമയമില്ല, അതുകൊണ്ട് പോയില്ല. പുറത്ത് വരെ പോയി തിരിച്ചു വന്നു. ഒരുപാട് ലേറ്റായി. ഇവിടെ തിരുച്ചെണ്ടൂർ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ കന്യാകുമാരിയിലേക്ക്. കുറേ സ്ഥലത്ത് പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. എനിവേ 120 കിലോമീറ്ററാണ്. ഈ റോഡ് നൈറ്റ് പോണ്ടായിരുന്നു. എനിവേ പോവാം. എന്താ പൊട്ടല്! ഓ, നമ്മളിപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഏരിയ ഇല്ലേ, ഈ റോഡ് ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലം കേട്ടോ. തമിഴ്നാട്ടിൽ എന്താ പറയുക, ഒരുപാട് വളവൊക്കെ നടക്കുന്ന ഒരു ഹൈവേ ആണിത്. മനഃപൂർവ്വം ആക്സിഡൻ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ, തൂത്തുക്കുടി ഈ സൈഡിലൊക്കെ. അപ്പോൾ നൈറ്റ് കഴിയുന്നതും, ഇത് ഉപദേശിക്കാൻ ഞാനായതല്ല, കാരണം ഞാനിപ്പോൾ നൈറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് കഴിയുന്നതും ഇത് കാണുന്നവർ അറിയാമെങ്കിൽ ഈ റോഡ് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ എന്തിനും ഇത് കൂടെ ഓടിച്ചു എന്നല്ലേ ചോദ്യം. എനിക്കറിയില്ല, അങ്ങ് പോകാൻ തോന്നി പോയി, വേറെ ഒന്നും അറിയില്ല. തോന്നിയാൽ പിന്നെ
പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഈവൻ കൊള്ളക്കാരോ അങ്ങനത്തെ എന്തെങ്കിലും സീനും വരികയാണെങ്കിൽ ഞാൻ ആലോചിക്കുക എന്താ എനിക്ക് ചെയ്യാൻ പറ്റുകയെന്നാണ്. അനാവശ്യമായിട്ട് റിസ്ക് ഒന്നും ഞാൻ എടുക്കാറില്ല. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ റിസ്ക് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് മെയിൻ ഒരു ഹൈവേ ആണല്ലോ. അപ്പോൾ എന്താണ് ഇപ്പം നമ്മളുടെ നാടല്ലേ, കള്ളന്മാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ കാര്യങ്ങളൊന്നും. അപ്പം എന്താണ് ഞാൻ പോയി നോക്കാമെന്ന് അത്ര തന്നെ. ബാക്കി വരുന്നിടത്ത് നോക്കാം. അതുണ്ട് രണ്ട് സൈഡും ഫുൾ ഇങ്ങനെ കാട് പോലത്തൊരു അങ്ങനത്തെ ഒരു ഇത് കൂടെയാണ് ഫുൾ റോഡ്. നോക്കാം. ഇങ്ങോട്ടൊക്കെ കുറച്ച് മഴ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയമായതുകൊണ്ട് റോഡ് നല്ല കാലി സുഖമായിട്ട് പോവാം. നല്ല റോഡ് നല്ല റോഡ് കേട്ടോ, സുഖമായി പോവാം. അത് 5 കിലോമീറ്റർ പോയാൽ കന്യാകുമാരി എത്തും. പക്ഷേ ഗൂഗിളിൽ എന്ത് ബ്ലണ്ടറാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പോഴും. ഇതുണ്ടല്ലേ 45 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഇപ്പോഴും. കന്യാകുമാരി അടിച്ചിട്ട് 45 കിലോമീറ്ററേ. എന്നോട് തിരിച്ച് പുറകോട്ട് പോകാൻ പറയാം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണത്. അല്ല ഗ്ലിച്ചാണോ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ എൻ്റെ എന്താ പറയുക നമ്മുടെ മെയിൻ റോഡ് പിടിച്ചിട്ടും ഈ നമ്മുടെ നോർമൽ ഗവൺമെൻറ് സൈൻ ബോർഡ്സ് ഉണ്ടാവുമല്ലോ അത് നോക്കി മാത്രമേ ഓടിക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ 45 കിലോമീറ്റർ എക്സ്ട്രാ ചുറ്റാൻ പറയുകയാണെങ്കിലേ അതെന്താണെന്ന് അത് കേൾക്കാതിരിക്കുകയാണ് നല്ലത്. എനിവേ കന്യാകുമാരി കാഴ്ചകളൊക്കെ പകല് കാണിക്കാം. ഇത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. നമ്മളിന്നലെ രാത്രി കുറച്ച് വൈകി ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ പിന്നെ ഒന്നും റെക്കോർഡൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഇവിടെയുള്ള ബീച്ചുണ്ട്, അവിടെ നിന്ന് പോകണം. വിവേകാനന്ദ പാറയുണ്ട്, അവിടെ നിന്ന് പോകണം. എന്നിട്ട് നേരെ തിരുവനന്തപുരം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, ഇന്ന് കേരള പിറവി അല്ലേ. കേരള പിറവി മാത്രമല്ല, തമിഴ്നാട് പിറവിയും കർണാടക പിറവിയും എല്ലാം ഇന്നാണ് സ്റ്റേറ്റുകളൊക്കെ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഇന്ന് ലോക്കൽ ഹോളിഡേ എന്ന് തോന്നുന്നു കന്യാകുമാരി അല്ലേ. അപ്പം എന്തായാലും കേരള പിറവിക്ക് തന്നെ നമുക്ക് കേരളം കയറാൻ പറ്റട്ടെ. ആഹാ, ഇവിടെയുള്ള പാർക്കാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ, ഇവിടെ എല്ലാം ഒന്നാകും. പേര് മാത്രം ബാക്കി. ഇങ്ങോട്ടേക്ക് ആളും തിരക്കൊക്കെ പിന്നെയും കുറച്ചുകൂടി കുറവാണ്. ഇവിടെയും കണ്ടില്ലേ കടൽ അത്യാവശ്യം നല്ല കളറുണ്ട്, പാറക്കല്ലായതുകൊണ്ട്. സ്വാമി വിവേകാനന്ദൻ ഇവിടുന്ന് നീന്തി ആ പാറ വരെ പോകുമെന്നാണ് പറയപ്പെടുന്നത് പണ്ട്. അതാണ് അവിടെ പോയിരുന്നാണ് ധ്യാനിച്ചത് എന്നൊക്കെ പറയുന്നു, ധ്യാനത്തിലിരുന്നത്. ഇതല്ലേ ഇവിടെ ഇപ്പം ഇങ്ങനെ കെട്ടി ആക്കിയിട്ടുണ്ട്. ഇതാണ് വിവേകാനന്ദ പാറ. ഇവിടുന്ന് കടൽ നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് മെയിൻലാൻഡിൽ നിന്ന് വിട്ടത് കൊണ്ട് നല്ല നിറവും നല്ല സുഖം, നല്ല കാറ്റുണ്ട്. എൻട്രൻസ് വിവേകാനന്ദ പാറ. ഇവിടുന്ന് നോക്കുമ്പോഴേ ഇതല്ലേ കന്യാകുമാരി ടൗണാണത്. അതിൻ്റെ പുറകിൽ മലകൾ കാണാം. അത് ഞാൻ ഇത്ര അടുത്തുനിന്ന് തന്നെ മലകൾ തുടങ്ങുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അടുത്തായിരിക്കില്ല, കുറച്ച് ദൂരം ഉണ്ടാവും. എന്നാലും കാണുന്നുണ്ടോ ക്യാമറയിൽ മലകൾ? പശ്ചിമഘട്ടം തുടങ്ങുന്നത് ഈ കന്യാകുമാരി മുതലാണല്ലോ, അതിൻ്റെ ഭാഗമായിരിക്കും. കടൽ
ഇതിൻ്റെ നിറം കണ്ടില്ലേ, നല്ല കട്ടി പച്ചയും നീലയും ഒക്കെ ആയിട്ട്. എന്താ കാറ്റെന്ന് അറിയാം ഇവിടെ, നല്ല കാറ്റ്. വെറുതെ വിവേകാനന്ദനോടെ വന്നിരുന്നത് നല്ല കാറ്റല്ല, നല്ല സുഖമുള്ള സ്ഥലം. നമുക്ക് പതുക്കെ കന്യാകുമാരി വിടാൻ സമയമായി. ഇതാണ് ഇവിടെയുള്ള ത്രിവേണി സംഗമം. ഓക്കെ, മഴയൊന്നുമില്ല, വെയിലാണ്, വലിയ കുഴപ്പമില്ലാത്ത ചൂടും. അപ്പോൾ നമ്മുടെ യാത്ര ഒരു യൂ ടേൺ എടുക്കാൻ പോവാണ്. ഇനി കേവലം 300 കിലോമീറ്റർ, 350 കിലോമീറ്ററിൽ റൈഡ് തീരും. കന്യാകുമാരി. റൈറ്റ് തമിഴ്നാടു, ലെഫ്റ്റ് കേരളം. ഇത് തമിഴ്നാട് തന്നെയാണ്. അറബിക്കടലേ. നോക്ക്, നമ്മളെ ഉയരത്തിലാണ്. ഇതല്ല അവിടെ നമ്മൾ നേരത്തെ കണ്ട മലകൾ ഇവിടെയാണ് തുടങ്ങുന്നത്, മഹാരാഷ്ട്ര വരെ. ഇതൊക്കെ അതിൻ്റെ ചെറിയ ഭാഗം മാത്രമായിരിക്കും, അതിൻ്റെ പുറകിൽ കാണാം പക്ഷെ വലിയ മലനിരകൾ. നമ്മൾ ഇന്ന് പോകുന്ന വഴി തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പ്, തിരുവനന്തപുരത്ത് തന്നെ കേരളം കയറിയിട്ട് അവിടെ ആഴിമല ശിവനുണ്ടല്ലോ, അത് ഫോട്ടോയിലൊക്കെ ഞാൻ കണ്ട് എനിക്ക് ഭയങ്കര, ഒരു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിവൻ്റെ ഒരു പ്രതിമയാണ് കേട്ടോ അത് കേരളത്തിലാണ്, ആഴിമല. അപ്പോൾ ഗംഗാധരൻ, ഗംഗയെ തലയിൽ ചൂടിക്കൊണ്ടുള്ള ശിവൻ്റെ ഒരു രൂപമാണ് അവിടെ. അപ്പോൾ അവിടെ എന്തായാലും പോകണമെന്നുണ്ടായിരുന്നു. ഇപ്പം അതും കൂടെയും കണ്ടിട്ടാണ്, അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റോപ്പ്, ഒരു സ്ഥലം എന്ന നിലയ്ക്ക്. അത് കണ്ടുകൊണ്ട് ഇന്ന് തിരുവനന്തപുരം നിന്ന് നാളെ കൊച്ചി. വാവ്, ഇത് കണ്ടില്ലേ, ആകാശം മുട്ടി നിൽക്കുക, മലകള് നോക്കൂ. ആഹാ, ഇത്ര അടുത്തായിരിക്കും വിചാരിച്ചില്ല കേട്ടോ മലകളെ. പശ്ചിമഘട്ടത്തിൻ്റെ ആരംഭം, അവസാനം നമ്മൾ കണ്ടു പൻവേൽ മഹാരാഷ്ട്ര കഴിയുമ്പോൾ. ആഹാ, നോക്ക്, പശ്ചിമഘട്ടം ഹിമാലയത്തിനെക്കാളും പഴക്കാട്ടോ. ഇതിപ്പോൾ പെട്ട അവസ്ഥയാണല്ലോ. നാഗർകോവിൽ മുതൽ എത്ര ദൂരമെന്നറിയോ, ഏതോ രാഷ്ട്രീയക്കാരൻ പോകുന്നതിന് റോഡും ബ്ലോക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് സിംഗിൾ ലൈൻ ഹൈവേ ഫുൾ ട്രാഫിക്. ബോർഡർ എത്തി, കുറേ ലോട്ടറി കടകൾ കാണുന്നുണ്ട്. ഇത് വാളയാർ ബോർഡറിലാണ് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതല്ലേ എത്രയാ. അപ്പം നമ്മളങ്ങനെ കേരളം കടന്നു എന്ന് കരുതുന്നു. ഒഫീഷ്യൽ ബോർഡറോ ഗേറ്റോ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എനിവേ, പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ കന്യാകുമാരി. പിന്നീട് പാലക്കാട് നമ്മളുടെ കൂടെ വന്നു, കന്യാകുമാരി തിരിച്ചു പോയി, അങ്ങനെയാണല്ലോ. എന്തായാലും ഇന്ന് കേരളപ്പിറവി ആണ്. കേരളപ്പിറവിയുടെ അന്നാണ് നമ്മൾ യാത്രയുടെ ഭാഗമായി കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ കോയിൻസിഡൻസ് ആട്ടോ. ഞാനൊരു കുറച്ച് ദിവസങ്ങൾ മുമ്പാണത് മനസ്സിൽ വിചാരിച്ചത് തന്നെ. കറക്റ്റ് ഈ ദിവസം തന്നെ എത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. ഈവൻ ഞാൻ ഇതിന് മുമ്പായിരുന്നു കയറാനൊക്കെ വിചാരിച്ചത്, വൈകിയതാണ് ശരിക്കും. ചെക്ക് പോസ്റ്റ് കാണാനുണ്ട്. യെസ്, വെൽക്കം ബാക്ക് ടു കേരള. ഇനിയിപ്പോൾ കേരളത്തിൽ കയറിയ ഗോപ്രോ പാടില്ലല്ലോ, അങ്ങനെ പറയപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കറിയില്ല അങ്ങനെ നിയമം ഉണ്ടോ ഇല്ലയോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
കാരണം ഞാൻ ഈ യാത്ര പുറപ്പെട്ടതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ നിയമം വന്നതൊക്കെ. ജൂലൈയിലാണല്ലോ യാത്ര പോയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ, ഇതിപ്പോൾ കേരളം കയറിയെന്തോ അതും അറിയില്ല. വെൽക്കം ടു കേരള. അത് കലക്കി. ഇപ്പോൾ ഉറപ്പിച്ചു നമ്മളിതാ കേരളത്തി. റോഡ് കുറച്ച് ഭേദപ്പെട്ടു കേട്ടോ, സിംഗിൾ ലൈനാണ്, ഭേദപ്പെട്ടു. ഇഞ്ചി വിള, ഇതാണ് ബോർഡറിൻ്റെ പേര്. അപ്പോൾ ശരിക്കും ഈ വേറെ ഏതൊരു ബോർഡറില്ലേ, ഞാൻ അതൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ. പാറശാല, അത് തന്നെ, ഇതുവഴി പോയാൽ പാറശാല എത്തുന്നുണ്ട്. എനിവേ, ഹാപ്പി ബാക്ക് ഹോം. 112-ാം ദിവസം. പാറശാല എത്തിയിട്ടോ. ഓട്ടും വരെയിട്ട സ്കൂള് അന്തസ്. അങ്ങനെതാ എത്ര ദിവസമായല്ലേ. പിന്നെ യാത്രയിൽ ഇപ്പം കേരളം കയറിയപ്പോൾ ഏറ്റവും അധികം ത്രില്ല് തോന്നിക്കുന്നത് എന്താ അറിയോ? അതായത് നാട്ടുകാർക്ക് മുഴുവൻ മലയാളം ഇപ്പോൾ അറിയാമല്ലോ. ഞാൻ എത്ര ദിവസമായി മലയാളം ലോക്കൽ ലാംഗ്വേജ് അല്ലാത്ത സ്ഥലങ്ങളിലൂടെ ഓടി എനിക്ക് ഈ റോഡോ ബാക്കിയൊന്നുമല്ല എൻ്റെ മനസ്സിലിപ്പോൾ ഇത് വരുന്നത്. അതായത് ഇനിയിപ്പം വണ്ടി സൈഡാക്കി ആരോട് സംസാരിക്കുകയാണെങ്കിലും സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്, നമ്മളുടെ മലയാളം. മനസ്സിലായില്ലേ? അതാണ് ഇൻഫാക്ട് അത് തന്നെയാണ് ഒരു ബോർഡർ എന്ന നിലയ്ക്ക് വ്യത്യാസം വരുത്തുന്നത് നാടുകൾ തമ്മിൽ, തമിഴ്നാടും കേരള നാടും. എന്തായാലും മലയാളം മറന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗും കൂടി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ മലയാളം കുറേയൊക്കെ മിണ്ടാതെ ഞാനിപ്പം ക്യാമറ ഉള്ളതുകൊണ്ട് ദിവസവും മലയാളം സംസാരിക്കുമല്ലോ. എന്തായാലും ഒരു രസം തന്നെ. ഓരോരോ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ചുറ്റും നമ്മുടെ മലയാളം കാണുമ്പോഴേ ഈ കണ്ണിന് എന്ത് എല്ലായിടത്തും എനിക്കിപ്പോൾ വായിക്കാമല്ലോ, എന്താ എഴുതിയതെന്നെല്ലാം വായിക്കാം. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാം തമിഴിലാണ്. അവിടെ ഇംഗ്ലീഷ് ഈ ഡയറക്ഷൻ ബോർഡ് പോലും എനിക്ക് വായിക്കാൻ പറ്റില്ല. ഇപ്പം നോക്കും എല്ലായിടത്തും മലയാളം വായിക്കും, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കേരളം എന്തൊരു പ്രത്യേക മനസ്സുഖം കേരളം കയറിയപ്പോൾ. കേരളം, വെൽക്കം ടു കേരള. ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ടാണല്ലോ, ബൈക്കർമാരും കാറന്മാരൊക്കെ. പണി തീരാത്ത ഹൈവേ അല്ലതാണ്. ദൈവമേ, ഗൂഗിള് സ്വന്തം നാട്ടിലെത്തി, ഇനി ചതിക്കരുത്. ഇന്നലെ രാത്രി കന്യാകുമാരി 5 കിലോമീറ്റർ ബോർഡില് ഗൂഗിൾ മാപ്പിൽ കന്യാകുമാരി കിടക്കുന്നത് 45 കിലോമീറ്റർ മാറിയിട്ട്. ചെറിയ ഡിഫറൻസ് ആണോ? അല്ല, എന്ത് ചെയ്യാനാ, ഒരു കണക്കിന് ബോർഡ് നോക്കി പോയതുകൊണ്ട് അധികം ഇരുട്ടാവാതെ 9 മണിക്ക് എത്തി കന്യാകുമാരി. എന്തായാലും അസ്തമയത്തിന് മുമ്പ് അവിടെ ചെല്ലണം, എന്നാലേ ആ പ്രതിമ വൃത്തിക്ക് കാണുള്ളൂ. കുറേ നാൾ സൂര്യൻ അവിടെ, കുറേ നാൾ സൂര്യൻ ഇവിടെ. ആഹാ, സൂര്യൻ മലയാളക്കര വരവേൽക്കും. ഇവിടെയും പണി നടക്കുക കേട്ടോ. പാറശാല മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ ഹൈവേ പണിയാണ്. നമ്മൾ യാത്ര പുറപ്പെട്ടപ്പോൾ 3.5 മാസം മുമ്പ് മുതലേ അതിലധികമായി, 4 മാസത്തിൻ്റെ അടുത്തായി. അപ്പോഴും അവിടെ പണി നടക്കുകയും, എവിടെ വടക്കൻ കേരളത്തിലൊക്കെ ഇതേപോലെ ഹൈവേ വീതി കൂട്ടല്ലേ. പക്ഷെ പറഞ്ഞ പോലെ വേഗം പണി കഴിഞ്ഞ് വന്ന ഒരുപാട് ഗുണം ആണ് നാട്ടുകാർക്ക്.
അമ്മോ, കടലിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. വാ, ആഴിമല ശിവൻ. ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുന്നു. ആഹാ, എന്താ ഭംഗി. അപ്പോൾ നമ്മുടെ ആഴിമല ശിവൻ ഇവിടെ ഉണ്ട്. ഏകദേശം സമയമായി. ഉള്ളിൽ ഒരാളെ കണ്ടപ്പോൾ അങ്ങനെ സംസാരിച്ചിരുന്നു. ഇനി നമുക്ക് പതുക്കെ സ്ഥലം വിടാം. 42,581. ഓക്കെ, വിടാം. GoPro സ്റ്റോപ്പ് റെക്കോർഡിങ്. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഓഡോമീറ്റർ. നമ്മളിതാ എറണാകുളം എത്തിക്കഴിഞ്ഞു. ട്രിവാൻഡ്രം മുതൽ ഇങ്ങോട്ടേക്കുള്ള വിഷ്വൽസ് ഒന്നും ഗോപ്രോയിൽ എടുക്കാൻ പറ്റിയില്ല. ഗോപ്രോ ഇന്നു മുതൽ വർക്കിംഗ് ആയിരുന്നില്ല. അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ വെച്ച് ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. ഈ യാത്ര, ഈ വലിയ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ ഒരുപാട് നാൾ യാത്ര ചെയ്തു. ഇനി ഇപ്പോൾ 1 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ വീടാണ്. ഓക്കെ, അപ്പോൾ ശരി, കാണാം.